എടാ വെറും 2.5 ലക്ഷം രൂപ റെഡി ക്യാഷ്. അങ്കിളെ കൂടെ കൈ അങ്കിളുടെ കഴിവ് അപാരം തന്നെ. ഞാനതൊന്ന് എടുത്തു നോക്കി. പക്ക കണ്ടീഷൻ, വെൽ മെയിൻറ്റൈൻഡ് കാർ. അവന്മാർക്ക് അബദ്ധം പറ്റിയതായിരിക്കും അല്ലെങ്കില് അതോ കാശിന് അത്യാവശ്യപ്പെട്ടു നിന്നോ? ഏതായാലും അങ്കിൾ ഇതുവരെ വാങ്ങിയതിൽ പ്രോഫിറ്റ് മേക്ക് ചെയ്ത് തന്നെ ആയിരിക്കും. പിന്നെ സൂപ്പർ നമ്പറാ, ആ നമ്പറിന് കൊടുക്കണം കാശ്. വെൽ ഡൺ അങ്കിൾ. താങ്ക് യു മോളെ. എന്താ അച്ഛനൊന്ന് വന്നേ, ഞാനൊന്ന് വാരി പുണരട്ടെ. സൂപ്പർ കാറാ, ഈ വിലക്ക് ഇത് ഒന്നാന്തരം തന്നെ. അസല് നമ്പറും. അങ്കിൾ എവിടെ? ഒരു കൺഗ്രാചുലേഷൻ പറയണം. അടിപൊളി, 4 പുത്തൻ ടയറാ. ഞാനൊന്ന് അനക്കി നോക്കി, സസ്പെൻഷൻ വളരെ ക്ലിയറാ. വാസുട്ടിയുടെ കണ്ണു പിഴക്കില്ല. പക്ഷേ എന്റെ മകൻ പിഴച്ചുപോയി. ലോകത്തിന്ന് വരെ ഒരു മകനും അച്ഛന്റെ മുഖത്ത് നോക്കി വിളിക്കാത്ത പുളിച്ച തെറിയാ ഇന്ന് എന്റെ മുഖത്ത് നോക്കാതെ വിളിച്ചത്. അറിയാവോ? പലതിന്റെ അർത്ഥം എനിക്ക് മനസ്സിലായില്ല, ഇംഗ്ലീഷിലായിരുന്നു. എന്നാലും അവന്റെ മുഖഭാവം കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി തെറിയാണെന്ന്. എല്ലാവർക്കും ബോധിച്ച വണ്ടി, അവന് മാത്രം ബോധിച്ചില്ല. എന്നെ ഈ ആപ്പീസിൽ നിന്ന് പുറത്താക്കിയാലും ശരി, ഞാൻ ഈ വണ്ടി ഇരിക്കുന്ന പ്രശ്നമേ ഇല്ല. എനിക്ക് വാശിയാ. മാറണ്ടേ കൂടെ. വലിയ കുതിരയാണെന്നാ ഭാവം, കാലൊടിഞ്ഞാണെന്നേ ഉള്ളൂ. ഏകദേശം ഈ ഡയറക്ഷനോട്ടാണല്ലോ ആ വണ്ടി വന്നത്. അതെ സാർ, നമ്മൾ കുറച്ചു മുമ്പ് വരെ കണ്ടാണല്ലോ. അമ്മ രക്ഷപ്പെടാതിരിക്കാൻ വേണ്ടിയാ ഞാൻ തന്നെ ജീപ്പ് ഓടിച്ചത്. അതൊരു പ്രശ്നമായി. മറ്റവന് നന്നായി വണ്ടി ഓടിക്കാൻ അറിയാം, അതും ഒരു പ്രശ്നമായി. ജോസപ്പേ, എടോ, വളരെ വിലപ്പെട്ടതും വിശേഷപ്പെട്ടതും കിട്ടിയാൽ ഉപയോഗിക്കാവുന്നതുമായ ഒരു സാധനം ഇവിടെ കിടപ്പുണ്ട്. താനത് കണ്ടുപിടിച്ചോ? അത് ഞാൻ വന്നപ്പോഴേ കണ്ടുപിടിച്ചു. പറ. ആ കിടക്കുന്ന ഷൂ അല്ലേ? പരട്ട ജോസപ്പേ, അതല്ല. പിന്നെ ഈ ടാക്സി ഇതുപോലെ ഇതിനു മുമ്പ് കണ്ടിട്ടില്ലേ? അതിന് ഇത് മാത്രമല്ല, ഇതുപോലെ എത്ര എണ്ണം ഉണ്ട്. അതല്ലടോ, ഒരു ദിവസം രാത്രിയിൽ നമ്മള് KL 01A999 വണ്ടിയുടെ പിന്നാലെ വന്ന് പൊളിഞ്ഞ വണ്ടികൾ കിടക്കുന്ന സ്ഥലത്ത് വന്നപ്പോ ഒരു ടാക്സി കണ്ടില്ലേ? അത് കറുപ്പും മഞ്ഞല്ലേ? എന്റെ ജോസഫ്, അത് ദൈവം കൊടുത്ത നിറമൊന്നും അല്ലല്ലോ, മനുഷ്യൻ അടിച്ചതല്ലേ. അതേ മനുഷ്യൻ ഈ കളറും അടിക്കരുതോ? അടിക്കാം, പക്ഷെ അന്ന് നമ്പർ ഉണ്ടായിരുന്നല്ലോ. അതും ദൈവം കൊടുത്തല്ല, മനുഷ്യന് മാറ്റാം. വേണമെങ്കിൽ ഇപ്പൊ ഈ ഓഫീസിൽ കയറി ഈ കാറിന്റെ ഹിസ്റ്ററി എനിക്ക് എടുക്കാം. പക്ഷെ ഞാൻ എടുക്കില്ല. അതെന്താണെന്ന് എനിക്കറിയാവോ? എന്തിന്? ഇടോ കോപ്പെ, ആ കാറല്ലേ ഈ കാറ്. ഓ, അത് ശരിയാണ്. എന്നാലും ഇനി എന്താ ചെയ്യേണ്ടതെന്ന് ഞാൻ ആലോചിക്കട്ടെ. അതും വേണം. നീ എന്താ ഭക്ഷണം കഴിക്കാൻ വരാത്ത? എടാ, അച്ഛൻ ആ വണ്ടി കൊണ്ട് നടന്നാൽ ശരിയാവില്ല. അച്ഛൻ അതും കൊണ്ട് ഇപ്പൊ എങ്ങോട്ടാ പോയത്? അതൊന്നും എനിക്കറിയില്ല. അത് അത്ര വലിയ പ്രശ്നമാക്കേണ്ട കാര്യമൊന്നുമില്ല. ആ വണ്ടിയിൽ വന്നവരെ പണം കൊണ്ടുവച്ചതെന്ന് നിനക്ക് മാത്രമല്ലേ അറിയൂ. അവന്മാരാണെങ്കിൽ നിന്നെ കണ്ടിട്ടുമില്ല. പിന്നെ എന്തിനാണ് ടെൻഷൻ? എടാ, അവന്മാരുടെ കയ്യിലിരുന്ന വണ്ടിയല്ലേ, അതിന്റെ പിന്നിൽ വേറെയും കുഴപ്പങ്ങളുണ്ടാവും. നീ ഇങ്ങനെ ആലോചിച്ച് പ്രശ്നങ്ങൾ വലുതാക്കുന്ന ആളാ. ഇപ്പൊ ഒന്ന് ഊണ് കഴിക്കും. ജോസഫേ, സാധാരണ ഞാൻ എന്തെങ്കിലും ഒരു തീരുമാനം എടുത്താ അത് ഇന്ന് പയ്യെ അങ്ങ് പിന്മാറും. പക്ഷെ ഇപ്പോ ഇതിനകത്ത് കേറണ്ടെന്ന് ഞാൻ കരുതിയതാ. പക്ഷെ എന്തോ ഏതോ ആരോ ഇതിനകത്തുണ്ടെന്നൊരു തോന്നൽ. അകത്തോട്ട് കമോൺ. ഞാനൊന്ന് വീട് വരെ പോയിട്ട് വരാം. ഒരുപക്ഷെ അച്ഛൻ വീട്ടിൽ കാണും, ഇല്ലെങ്കിൽ അമ്മയെ കൊണ്ട് വിളിപ്പിക്കാം. മൂക്കിന്റെ പാലം തല്ലി കൊടുത്തിട്ട് കമോൺ. എന്താടാ എല്ലാം അപ്പൊ തൊലയും. ജാനകി, ചോറുണ്ടായിരുന്നോ? ഇതെന്താ തിരുവാതിര കളിക്കാ? നിന്റെ മൂപ്പിലാണ് എഴുതിയ പാട്ടിന്. നല്ല കളർ കോമ്പിനേഷൻ അല്ലേ? പിങ്കും ഗ്രീൻ. അതെ അതെ, ഇതും കൊള്ളാം. എന്താടാ നിക്കുന്നേ? ഇത്ര നേരം ഇരിക്കുവായിരുന്നു സാർ. ഞാൻ വിചാരിച്ച ബഹുമാനം കൊണ്ടാണ്. ടോയ്ലറ്റ്. അപ്പൊ ഇതിനാണ് സാറ് തിരക്കി വന്നത്. എന്നാ പിന്നെ പോയിട്ട് വാ.
ഇതൊന്നും ആരോടും പറയല്ലേ. ജോസഫേ, ഇനി ഇവിടെ നോക്കാൻ ബാക്കിയുള്ളത് ഈ ബാത്റൂമിനുള്ളിൽ മാത്രം. ഞാനൊന്ന് പോയി നോക്കണോ? അല്ല, സാറിന്റെ അന്വേഷണം വെച്ച് നോക്കുമ്പോ ഇതിനകത്ത് ഒരു ഒരു കോപ്പനും കാണില്ല എന്നല്ലേ? അതെ, അത് തന്നെ ഞാൻ ഉദ്ദേശിച്ചത്. താനപ്പ എന്റെ മനസ്സ് വായിച്ച്. കുറെ നാളായില്ലേ സാറിന്റെ പുറകെ നടക്കാൻ തുടങ്ങിയിട്ട്. എന്റെ മനസ്സ് പഠിക്കണമെങ്കിൽ താനിഞ്ഞൊരു 100 ജന്മം കൂടെ പോലീസായിട്ട് ജനിക്കണം. ഈ ബാത്റൂമിൽ ആളുണ്ട്, ഞാൻ ഇന്ന് അവനെ പിടിച്ചിരിക്കും. കുറ്റിയിട്ടിരിക്കുകയാണല്ലേ? ചവിട്ടി പൊളിക്ക് സാർ. നില വിളിക്കരുത്. തെറ്റിദ്ധരിക്കരുത്. എടാ ജോസഫേ, എന്നെ ഒറ്റയ്ക്ക് പറഞ്ഞു വിട്ടിട്ട് താൻ ഇവിടെ തന്നെ നിൽക്കുകയാണോ? ഒറ്റയ്ക്ക് പിടിക്കാൻ പോയല്ലേ, പോയി പിടി. ഞാൻ ഡോറ് ചവിട്ടി പൊളിച്ച് അകത്ത് ചെല്ലണം. അതിനകത്തൊരു പെൺകുട്ടി ഉണ്ടാവണം. ഈ SI ഭവന സ്ത്രീപീഡനത്തിന് അകത്താവണം. എന്റെ ജീവിതം കുത്തുപാള എടുക്കണം. ഇതല്ല തന്റെ മനസ്സിലിരിപ്പ്. ബാത്റൂമിനുള്ളിൽ ആരുമില്ല, നമ്മൾ കയറി നോക്കുന്നുമില്ല. തമന്നേ, ഞാനൊന്ന് മൂത്രം ഒഴിച്ചാലോ? ഇവിടെ അതൊക്കെ വൃത്തിയുള്ള സ്ഥലമാണ്. അവിടെ നിന്ന് ഒഴിച്ചാൽ നമുക്ക് പോവുകയല്ല. നമുക്ക് ആ സ്റ്റേഷനിൽ തന്നെ പോയി ഒഴിക്കാം. സ്വർണ്ണമഴയൊന്നും അല്ലല്ലോ ഈ പോകുന്നത്, പിന്നെ എവിടെ ഒഴിച്ചാലും ആ, അതാണ്. വാ, ഇതൊക്കെ സ്വർണ്ണമഴ തന്നെ ആയിരിക്കും. ജീവിതത്തിൽ ഇന്നേ വരെ ഇങ്ങനെ ഒരു പ്രതിസന്ധി ഉണ്ടായിട്ടില്ല. എന്നാ ബലമാ ജാനകി. എന്റെ തലമണ്ട പൊട്ടി. ബ്ലഡ് വന്നോ? നീ ഇങ്ങനെ കിടന്ന് ഉരുളൊന്നും വേണ്ട. ഇതൊക്കെ അവളുടെ ഇഷ്ടം കൂടി നോക്കിട്ട് വേണമായിരുന്നു. അതെന്തോന്നു? ഇതിപ്പോ ജാനകി പാത്രം കഴുകാൻ കയറിയോണ്ട് രക്ഷപ്പെട്ടടി. വേറെ വല്ലവനോ ആയിരുന്നെങ്കിലോ കഥ മാറിയില്ലേ? എടാ ഗൗളി, നീ ഇത്ര തറയാണോ? ഒരു സ്ഥാപനത്തിന് MD തന്നെ ബാത്റൂമിൽ കയറി ഒളിച്ചിരുന്ന സ്ഥിതിക്ക് ലേഡീസിനും ജെന്റ്സിനും വേറെ വേറെ ബാത്റൂം ആക്കണം. ഒരു അബദ്ധം പറ്റി ചാടി കയറി എന്നും കരുതി നീ വല്ലാതങ്ങ്. നീ അയാളെ കണ്ട് ഓടി ബാത്റൂമിൽ കയറുന്ന ഞാൻ ഊഹിച്ചതാ. പിന്നെ ജാനു പതിവായി ഊണ് കഴിഞ്ഞ് പാത്രം കഴിയുന്നു അതേ സ്ഥലത്താണ്. നിന്നെ ഒന്ന് വട്ടാക്കിയതല്ലേ? അല്ലെങ്കിൽ ഇവനൊരു ഹരിചന്ദ്രൻ ചവലുണ്ട്. എടാ, അതിന് റിച്ച് ഫാമിലിയിൽ ജനിക്കണം. ഇതേ 916 വായിൽ സ്വർണ്ണക്കരണ്ടിയുമായി ജനിച്ചവൻ. ആ സ്വർണം തേനിൽ ഉരച്ച് അത് മുഖത്ത് വാരി തേച്ചോണ്ടാ ഞങ്ങൾ കൊച്ചിയിലെ സ്കൂളിൽ പോയിരുന്നത്. എന്നാലും ചില സത്യങ്ങൾ പറയണല്ലോ. അടുക്കളയിൽ മണ്ണെണ്ണല്ലെന്നും പറഞ്ഞ് ഉച്ചയ്ക്ക് ചോറ് കൊണ്ടുപോകാൻ പറ്റാതെ വരുമ്പോ അന്തസ്സും അഭിമാനമുള്ള എന്റെ അച്ഛൻ എന്താ പറയാറുള്ളെന്ന് അറിയോ? മക്കളെ, ഏറ്റവും നല്ല പൊതി കൊണ്ടുവരുന്ന പിള്ളേരുടെ കയ്യിൽ നിന്ന് തട്ടിപ്പറിച്ച് കഴിക്കണമെന്ന്. അങ്ങനെ വളർത്തിക്കൊണ്ടുവന്ന തടിയാ, അറിയോ? അല്ലാതെ നിന്നെ പോലെ ലോ ക്ലാസ് അല്ല. ആരാടാ ലോ ക്ലാസ്? നിന്നെ ഞാൻ അവന്റെ ഒരു സ്വർണ്ണക്കരണ്ടി പഴയത് മൊത്തം ഞാൻ വിളിച്ചു പറയേ. വെറുതെ വിടടാ അവനെ. അടങ്ങി കിടക്കണം. നീ ചെന്ന് അവളുടെ അടുത്ത് കാര്യം പറഞ്ഞ് മനസ്സിലാക്ക്. ബാത്റൂമിലെ പ്രതികരണം വളരെ മോശമായിരുന്നു. അവളൊരു പൈങ്കിളിയാ, എന്നെ നാറ്റിക്കും.